ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇതിൽ പൊടിച്ചെടുത്തിട്ടുണ്ടാവുന്നത്, അല്ലെങ്കിൽ വെയിൽ കൊള്ളിക്കാതിരുന്ന ബെഡിലൊക്കെ. തണുപ്പ് കാലത്ത്, തണുപ്പല്ല മെയിൻ ആയിട്ട് ഇപ്പൊ സ്ട്രോങ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്ത് നമുക്കുള്ള പ്രോബ്ലംസ് ആണ് തുണികൾ ഡ്രൈ ആവാതിരിക്കുക, ഉണങ്ങി കിട്ടാതിരിക്കുക. അപ്പൊ നമ്മൾ അകത്തൊക്കെ ഇടും. അപ്പൊ അകത്തൊക്കെ എപ്പോഴും ഈർപ്പുണ്ടാവും. തുണികൾ ഇട്ടില്ല എങ്കിൽ പോലും ഈർപ്പം നല്ലോണം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ സോഫയില് കുട്ടികളൊക്കെ ഉള്ള വീട്ടില് ചിലപ്പോൾ ബെഡിലൊക്കെ മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ ബെഡിൽ പറഞ്ഞാല് ഷീറ്റിലൊക്കെ ആയിരിക്കും, പക്ഷെ ഈർപ്പം ചിലപ്പോൾ ബെഡിൽ നിന്ന് പോയി കിട്ടുകയില്ല. മഴക്കാലത്ത് എല്ലാവർക്കും പരിചയമുള്ള കാര്യം തന്നെയാണത്. ഇനിയിപ്പോ കുട്ടികളില്ലാത്ത വീടാണെങ്കിലും ആ ബെഡിനൊരു ഈർപ്പവും ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് AC ഉള്ള റൂമിൽ, അടച്ചിടുന്ന റൂമില് AC നമ്മൾ ഉപയോഗിക്കില്ല മഴക്കാലത്ത്. അപ്പൊ ഒന്നും കൂടെ ഈർപ്പം നിൽക്കും നമ്മളെ ബെഡ്റൂമിലൊക്കെ. ഈ അവസരത്തിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉള്ള ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈ ഈർപ്പവും അതിനോടനുബന്ധിച്ചുള്ള ഈ അണുക്കളൊക്കെ കളയാൻ പറ്റും. ഈ ദുർഗന്ധവും മാറ്റാൻ പറ്റും. ദുർഗന്ധം പറഞ്ഞാൽ ഈ ഒരു സ്മെല്ല് എല്ലാവർക്കും പിടിക്കൂല. ആ ഒരു തണുപ്പ് കൊണ്ട് മൂടി കെട്ടിയിട്ടുണ്ടാവുന്ന ആ സ്മെല്ല് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്ന റെമഡി നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടുതൽ ബെല്ലൈക്കണോ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ ഞാനിവിടെ 2 ടീസ്പൂണ് കടുകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 6 ചെറിയ പീസ് കർപ്പൂരമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് വരാം. ഇത് കടുക് ഒന്നെങ്കിൽ മിക്സിയിൽ ഇട്ട് പൊടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കല്ലില്ലേ നമ്മൾ ചതക്കാൻ ഉപയോഗിക്കുന്ന ആ കല്ലിൽ ഡ്രൈ ആക്കിയിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതിലാണ് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുക. പിന്നെ ഒരുപാട് നാള് അടച്ചിട്ട വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ലിക്വിഡിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇതിൽ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്താൽ മതി. അപ്പൊ പെട്ടെന്ന് തന്നെ ഈസി ആയി കിട്ടും കേട്ടോ. ഞാൻ ഈ പൊടിച്ചെടുത്തിട്ടുള്ള കടുകിന്റെ തരി ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. 1/2 ലിറ്റർ വെള്ളത്തിലാണ് ഞാൻ ഇത് തിളപ്പിച്ചെടുക്കുന്നത്. അതിനുശേഷം ആണ് കർപ്പൂരം ജസ്റ്റ് പൊടിച്ചെടുക്കും. കൈ കൊണ്ട് തന്നെ പൊടിച്ചാൽ അത് പൊടി കേട്ടോ. പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാനിതൊന്ന് തിളപ്പിച്ചിട്ട് വരാം. ഞാനൊരു പാനിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഇപ്പൊ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ തീ ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് സമയം കൂടെ ഈ കടുകിന്റെ സ്മെല്ലും ഇതിന്റെ എല്ലാ അംശവും ഇതിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടെ മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തീ നല്ലതുപോലെ തന്നെ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 മിനിറ്റോളം ഞാൻ ഇതുപോലെ ചെറിയ തീയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു പരന്ന പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കർപ്പൂരം പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും വലിയ പാത്രം തന്നെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ കടുക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കടുകിന്റെ വെള്ളം അത് തണുക്കുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഒരു തുണിയിൽ നനച്ചിട്ടതിന് ശേഷം നമ്മള് സോഫയും ബെഡൊക്കെ കൊണ്ട് തുടച്ചെടുക്കുക. നമ്മളെ ബെഡിലൊക്കെ ഉണ്ടാവണേ ഒരുപാട് നാളെ യൂസ് ചെയ്യാതെ ഉണ്ടാവുന്നേ, അല്ലെങ്കിൽ വെയിൽ കൊള്ളിക്കാതെ ഇരുന്ന ബെഡിലൊക്കെ മൂട്ട പോലെയുള്ള ചെറിയ ജീവികൾ ഉണ്ടാവാം. അതൊക്കെ പോയി കിട്ടും കേട്ടോ. പിന്നെ ചെറിയ ചെറിയ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ അതും പോവും. നമ്മൾ ഈ കടുക് ഉപയോഗിച്ചിട്ടുള്ള ഈ വെള്ളം കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ വെയിൽ കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണെങ്കിൽ വെയിൽ കൊള്ളിക്കുക, അല്ലെങ്കിൽ അയൺ ബോക്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ചൂടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് എല്ലായിടത്തുനിന്ന് ഓടിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ തന്നെ ഡ്രൈ ആയിക്കോളും. ഒരുപാട് നനച്ചിട്ട് ചെയ്യരുത് ഒരിക്കലും. കാരണം നമ്മളെ ബെഡ് മഴക്കാലം ആകുമ്പോൾ ഉണങ്ങി കിട്ടൂലല്ലോ. പിന്നെ എപ്പോഴെങ്കിലും വെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിക്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് സ്പോഞ്ചായിട്ട് കിട്ടും നമ്മളെ ബെഡൊക്കെ. പിന്നെ ഇടയ്ക്ക് പകൽ സമയത്ത് എപ്പോഴെങ്കിലൊക്കെ മഴ ഇല്ലാത്ത നേരം നോക്കിയിട്ട് കുറച്ച് വെയിൽ വരുന്ന സമയത്ത് നമ്മുടെ വിൻഡോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടുക കേട്ടോ. അപ്പൊ തന്നെ നമ്മളെ വീട്ടിലുള്ള ദുർഗന്ധം കെട്ടി നിൽക്കുന്ന സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും. എയർ ഫ്രഷ്നർ ഒന്നും ഇല്ലാത്ത വീടുകൾ ഉണ്ടായിരിക്കാം.
അവരെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരെ റൂമും ഹാള് എല്ലാ റൂമും ഒരുപോലെ സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സോപ്പില്ലേ, സോപ്പ് നമ്മൾ കുളിച്ച് ഉപയോഗിച്ച് തീർന്ന സോപ്പൊന്നും അല്ല കേട്ടോ. ഫ്രഷ് ആയിട്ട് നമ്മൾ എടുക്കുന്ന സോപ്പിന്റെ ചെറിയൊരു പീസ് ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോട്ടന്റെ തുണിയിൽ പൊതിഞ്ഞിട്ടോ വീടിന്റെ റൂമിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ വെക്കുക. ഏതെങ്കിലും ഒരു കോർണറിൽ ഫിറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് കുറച്ച് ദിവസം 4-5 ദിവസം കൂടുന്ന സമയത്ത് അതൊന്ന് മാറ്റി കൊടുക്കുക. ജസ്റ്റ് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ പുതിയ സോപ്പ് കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് ഒരു പീസ് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ റൂമിലും ഹാളിലൊക്കെ അങ്ങനെ വെച്ചു കൊടുക്കലുണ്ട്. നല്ല ആ സോപ്പിന്റെ സ്മെല്ല് 4-5 ദിവസം അതുപോലെ തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മുടെ ഷെൽഫുകളിൽ ഡ്രസ്സിന്റെ കൂടെ വെക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്ന എല്ലാ ഡ്രസ്സിനും ആ ഒരു സോപ്പിന്റെ സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത ദിവസം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്.